ദിവസമാണ്. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളാണ്. കാരണം ഒരുപാട് നാളത്തെ എൻ്റെ വലിയൊരാഗ്രഹമായിരുന്നു ഒരു 1000K സബ്സ്ക്രൈബേഴ്സ് യൂട്യൂബിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. അത് ദൈവം സഹായിച്ചും ദൈവത്തിലുപരി നിങ്ങൾ സഹായിച്ചും എനിക്കിന്ന് നേടാൻ സാധിച്ചു. അതുകൊണ്ട് ഇന്നത്തെ ദിവസം ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അത് നിങ്ങളെ അറിയിച്ചില്ലെങ്കിൽ പിന്നെ വേറെ ആരെയാണ് ഞാൻ അറിയിക്കുക? അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. വേറെ ഒന്നുമല്ല, നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക, എനിക്കത്ര പറയണം. കാരണം നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ എക്സ്പീരിയൻസ് കുറവൊക്കെ ഉണ്ടായിരിക്കും, ക്ഷമിക്കുക. പതിയെ പതിയെ അത് മാറി വരുന്നതായിരിക്കും. അപ്പം ഇത്രയുള്ള കാര്യം, നമ്മൾ യൂട്യൂബിൽ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് വരും ഹാർഡ് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. ഞാൻ നല്ല രീതി ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ എല്ലാ ദിവസവും നിങ്ങളോട് വന്നിട്ട് ഞാൻ പറയുന്നുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യൂ. എന്നെ പലരും കളിയാക്കിയിട്ടുണ്ട്. അപ്പം അങ്ങനെ കളിയാക്കുന്നവരോടും എനിക്കൊന്നും പറയാനില്ല. കാരണം നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. റിസൾട്ട് ഇന്നല്ലെങ്കിൽ നാളെ ഏതെങ്കിലും ഒരു ദിവസം നമ്മളെ തേടി എത്തുക തന്നെ ചെയ്തിരിക്കും. അതിന് ബെസ്റ്റ് ഒരു എക്സാമ്പിളാണ് ഞാൻ. പിന്നെ എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഒരു 4000 വാച്ച് ഹവേഴ്സാണ്. അത് എങ്കിൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ ക്രൈറ്റീരിയ പൂർത്തിയാക്കാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇനിയും ഹാർഡ് വർക്ക് ചെയ്തെങ്കിലേ പറ്റൂ. അതിനകത്ത് ഒന്നും നേടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ എൻ്റെ ഒരു സന്തോഷം നിങ്ങളെ അറിയണം, അത്രേ ഉള്ളൂ. അപ്പം എന്നെപ്പോലുള്ള ഒരു സാധാരണക്കാരനും ഇതിനകത്ത് ഈ യൂട്യൂബിൽ വീഡിയോ ചെയ്യാൻ പറ്റും. വീഡിയോ വഴി നമുക്ക് എന്തെങ്കിലുമൊക്കെ നേടാൻ സാധിക്കും എന്നുള്ളത് ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ്. എൻ്റെ 1-2 സുഹൃത്തുക്കൾ അങ്ങനെ ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രചോദനത്തിലാണ് ഞാനും ഇത് ചെയ്യുന്നത്. അത് നിങ്ങൾ സപ്പോർട്ട് വളരെ വളരെ മസ്റ്റാണ്. നിങ്ങളത് ചെയ്തേ പറ്റൂ. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ ഈ യൂട്യൂബ് വഴി എന്തൊക്കെയാണ് ചെയ്യുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും. കാണിക്കാമെന്ന് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പം ആദ്യ സമയത്തൊക്കെ ഞാൻ യൂട്യൂബിൽ വീഡിയോസ് ചെയ്യുന്ന സമയത്ത് ഈ സബ്സ്ക്രൈബേഴ്സ് വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു. സബ്സ്ക്രൈബേഴ്സിനെ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഹാർഡ് വർക്ക് ചെയ്തു. ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്തു. അതിൽ വ്യൂസൊന്നുമില്ല. ഇപ്പോഴും നമ്മൾ വീഡിയോസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വ്യൂസ് വളരെ കുറവാണ്. ഇപ്പോഴും ഇതിന് വ്യൂസ് കിട്ടുമോ എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. പക്ഷെ എൻ്റെ കോൺഫിഡൻസിൻ്റെ ബലത്തിലും ഹാർഡ് വർക്കിൻ്റെ ബലത്തിലും ഞാൻ ചെയ്യുകയാണ്. പക്ഷേ ഇനി ആൾക്കാരുടെ സപ്പോർട്ട് പോകണമെങ്കിരിക്കും അത് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പതിയെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുതരാം. അപ്പം ആദ്യം നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ 1000 വാച്ച് ഹവേഴ്സാണ്. പുതുതായിട്ടുള്ള യൂട്യൂബിലുള്ള ആൾക്കാർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇതിൽ ഒരുപാട് ആൾക്കാരുണ്ട്, എല്ലാം അറിയാവുന്ന ആൾക്കാർ. ഞാൻ പുതുതായിട്ട് വരുന്ന ആൾക്കാർക്ക് വേണ്ടി പറഞ്ഞുതരാം. അപ്പം 1000 വാച്ച് ഹവേഴ്സ് ഫസ്റ്റ് വേണം. അതിനുശേഷം 4000 വാച്ച് ഹവേഴ്സ് ആകുമ്പോൾ നമുക്ക് എന്താ പറയുക, ഇതിൻ്റെ മോണിറ്റൈസേഷൻ ഓണായി കിട്ടും. അതൊക്കെ പിന്നത്തെ കാര്യമാണ്. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് എന്തെങ്കിലും ആയെങ്കിലേ നമുക്ക് അതിനെ പറ്റിയിട്ട് ആധികാരികമായിട്ട് പറയാൻ സാധിക്കുള്ളൂ. പക്ഷെ എനിക്കിതുവരെയൊന്നും ആയിട്ടൊന്നുമില്ല. അതിന് മുമ്പത്തെ കാര്യങ്ങൾ ഞാൻ പറയാം. അതിന് ശേഷം എന്തെങ്കിലും സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ, മോണിറ്റൈസേഷൻ ആവുകയാണെന്നുണ്ടെങ്കിൽ അതും ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഓരോ കാര്യങ്ങളും A to Z നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. പക്ഷേ എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് വേണം. അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം, ഫസ്റ്റ് ഒരു നോർമൽ യൂട്യൂബ് ചാനൽ ഉണ്ടാക്കുക എന്നുള്ളതാണ്. യൂട്യൂബ് ചാനൽ ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ ഷോർട്ട് വീഡിയോസ് കൂടുതലായിട്ടിടുക. ഷോർട്ട് വീഡിയോസിന് അധികം ടൈമില്ല. അത് കാരണം കൊണ്ട് ഷോർട്ട് വീഡിയോസ് പെട്ടെന്ന് കയറിപ്പോകും, ആൾക്കാരിലോട്ടെത്തും. അതൊരു 1000-1500 മാക്സിമം പോകത്തുള്ളൂ. അതിന് മേലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ വൈറൽ വീഡിയോ ആയിരിക്കണം. നമുക്ക് വൈറൽ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളതിലൊന്നും ഇല്ലല്ലോ. നമ്മൾ ആൾക്കാരോട് പറയുക, നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക എന്നുള്ള കാര്യം പറയുക. നല്ല മനസ്സുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യും. നല്ല മനസ്സുള്ള നല്ല ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യും. ചിലർ സ്കിപ്പ് ചെയ്തു. ഒന്നും പറയാൻ പറ്റില്ല. അവർക്ക് ഇഷ്ടമില്ലെങ്കിൽ അവർ കാണത്തില്ല. ഇഷ്ടമുള്ളവരെ കാണണം. നമുക്ക് ഒരാളെ ഫോഴ്സ് ചെയ്ത് നമ്മൾക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ അവർക്ക് നമ്മളോട് ഒരു താല്പര്യം തോന്നുകയാണെങ്കിൽ അവർ ചെയ്യും. അങ്ങനെ ചെയ്തിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് നിങ്ങളോട് സംസാരിക്കുന്നത്. വളരെ സന്തോഷം. അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഷോർട്ട് വീഡിയോസ് ചെയ്യുക. അതിൻ്റെ കൂട്ടത്തിൽ ഇതുപോലൊക്കെ ലോങ് വീഡിയോസും ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അത് കയറി വരുന്നോ കയറി വരാതിരിക്കുക, അത് രണ്ടാമത്തെ വിഷയമാണ്.
അല്ലെങ്കിൽ യൂട്യൂബ് നമുക്ക് തരുന്ന ബോണസാണ്. അവർ നമ്മുടെ വീഡിയോസ് കയറ്റി വിടുക എന്നുള്ളത്. നമ്മൾ ചെയ്യുക, അത് നമ്മുടെ കടമ. നമ്മൾ വർക്ക് ചെയ്യുക, അതിനുള്ള റിസൾട്ട് പിന്നാലെ വരും എന്ന് വിശ്വസിക്കുന്നു. സോ ഇതിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. എല്ലാ ദിവസവും ഇതുപോലൊക്കെ ഓരോരോ വീഡിയോസ് ഞാൻ ഇടാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ 2-3 ദിവസം കൂടുമ്പോഴും നമുക്ക് നമ്മുടെ നാട്ടിൽ വർക്കുകളുണ്ട് എങ്കിലും നമ്മൾ 2-3 ദിവസം കൂടുമ്പോൾ നമ്മൾ വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതായിരിക്കും. സോ നിങ്ങൾ ഹെൽപ്പ് വേണം, നിങ്ങളുടെ ഹെൽപ്പ് ആവശ്യമാണ്. കാരണം ഒരാളുടെയും ഹെൽപ്പില്ലാതെ ഒരാൾക്കും യൂട്യൂബിൽ കയറി വരാൻ പറ്റുന്ന കാര്യമല്ല. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, നമ്മൾ എഫർട്ട് ഇട്ടിട്ട് നമ്മൾ പല കാര്യങ്ങളും ആൾക്കാരെ കാണിക്കുക, ഷെയർ ചെയ്യുക എന്നൊക്കെയുള്ളതാണ്. നിങ്ങളുടെ ലൈക്കും നിങ്ങളുടെ കമൻറ്റും നിങ്ങളുടെ സബ്സ്ക്രൈബും ഒക്കെയാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷേ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം, അത് മസ്റ്റാണ്. ഹാർഡ് വർക്ക് ചെയ്യണം. ഞാൻ കുറേ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പറയുന്നതാണ്, ബോറടിക്കരുത്. കാരണം ആദ്യമായിട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ബോറടിക്കും. അത് ഒരു പ്രപഞ്ച സത്യമാണ്. ശരി, എങ്ങനെയൊക്കെ ആണെങ്കിലും ശരി, എനിക്കൊരുപാട് സന്തോഷമുണ്ട്. ആ സന്തോഷം അറിയിക്കാൻ വേണ്ടി എന്ന് പറയുന്നേ ഉള്ളൂ. ബാക്കിയുള്ള ദിവസങ്ങളിൽ ഞാൻ വേറെ വീഡിയോസ് വന്നിരിക്കും. ഞാൻ ഈ ഒരു യൂട്യൂബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്ന ഒരു കാര്യമൊന്നുമല്ല. എല്ലാ കാര്യവും ആൾക്കാരിലേക്ക്, ഞാൻ ചെയ്യുന്ന പല കാര്യങ്ങളും അല്ലെങ്കിൽ പോകുന്ന സ്ഥലങ്ങൾ, ഇതൊക്കെ പലരിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ എൻ്റെ അനുഭവങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുക, നമുക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു തരിക, ഇതൊക്കെയാണ് എൻ്റെ ഒരു ഉദ്ദേശം. അപ്പോൾ താല്പര്യമുള്ളവർ കാണുക, ഇഷ്ടമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മുന്നോട്ട് എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇതുവരെ ഇത്രയും സബ്സ്ക്രൈബേഴ്സൊക്കെ ആയി ഇത്രയും സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് താങ്ക്സ്. നന്ദി.